നിങ്ങളൊക്കെ ആരാ? വേണ്ട, ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ദൈവമേ, ആ കുട്ടി വേഗം തിരിച്ചെത്തണേ. അയ്യോ, ഇതൊന്നും ചെയ്യല്ലേ. Finished. കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ അച്ഛാ? ഇല്ല, എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ആ മായ ചേച്ചി എവിടെയാ അച്ഛാ? ആയമ്മ ഞാൻ കൊണ്ടുചെന്ന് അവരുടെ വീടിന്റെ മുമ്പിലെ റോഡിൽ വിട്ടിട്ടുണ്ട്. കുട്ടി തിരിച്ചെത്തിയാൽ വിളിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, ആ കുഞ്ഞിനൊന്നും പറ്റല്ലേ. ഒന്നും വരില്ല മോളെ,
പോലീസുകാർ തിരഞ്ഞു കണ്ടെത്തും. അല്ല, ദേവി എവിടെ? അടുക്കളയിലുണ്ട്. ഞാൻ അച്ഛന് ചായ എടുക്കാം. DGP ആണല്ലോ. സർ. മിസ്റ്റർ SCP. യെസ് സർ. യെസ് സർ. I'll do it immediately. ഹലോ. ഹലോ, ആരാ? ഞാൻ മായമ്മയുടെ ചേച്ചിയാ, മന്ദാകിനി. മന്ദാകിനിയോ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? എന്റെ മായമോള് വീട്ടിൽ മരിച്ചു കിടക്കുന്ന. അമ്മേ, 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 എഴുന്നേക്കമ്മേ. ആരും കൊന്നതാ. കൊന്നെന്നോ? എന്താ നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യ. അല്ല, അമ്മ തിരിച്ചു വന്നോ? അമ്മ വന്നു. അച്ഛാ, മുത്തശ്ശി, മുത്തശ്ശ, ഒന്ന് വേഗം അങ്ങോട്ട് വന്നേ. എന്താ എന്താ മോളെ? ദേ, സർ. കൈമളേട്ടാ, ദേ, എന്താ എന്താ രാജലക്ഷ്മി? എനിക്കറിയില്ല, വാ നോക്കാം. എന്താ കാർത്തിയേട്ടാ ഇത്? കാർത്തിയേട്ടനല്ല, ഐ എം കാർത്തിക്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ഇന്ദരജമ്മായിയുടെ തേരോട്ടം, വൈശാഖിന്റെ മാസ്റ്റർ ബ്രെയിൻ. ആ പണി വർക്കൗട്ടായി. മിസ്റ്റർ ജയരാമൻ എവിടെ? എന്താ കാര്യം? നീ കാര്യം പറയടാ. ദേ, നിന്റെ പോലീസ് മുറിയെന്ന് ഇതിനകത്ത് വേണ്ട. ഞാൻ സംസാരിക്കണം സാർ. നോ, സ്വന്തവും ബന്ധമൊന്നും ഇപ്പൊ ഇല്ല. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. മിസ്റ്റർ ജയരാമനെ തിരക്കിയാണ് ഞങ്ങൾ വന്നത്. അയാൾ എവിടെ? ഇങ്ങോട്ട് വിളിക്കണം. എന്താ ഇത്? എന്താ ഇവരെല്ലാവരും കൂടെ ഇവിടെ? എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്?
കാര്യം ഞാൻ പറയാം. മായമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. മായമ്മ എന്ന് പറഞ്ഞ ഇവിടുത്തെ ജോലിക്കാരി മായമ്മയോ? അതെ, എന്റെ ദൈവമേ, ഞാനിന്നലെ അവരെ വീട്ടിൽ കൊണ്ട് വിട്ടതാണല്ലോ. അതെ, വീട്ടിൽ കൊണ്ട് ചെന്ന് വിട്ടു. പിന്നെ അവരെ കൊന്നിട്ട് തിരികെ പോന്നു. ഞാൻ കൊന്നോ? എന്താ സാർ ഇത്? അതെ, നിങ്ങൾ അവരെ കൊന്നു. അനാവശ്യം പറയരുത്. താൻ പോലീസ് രാജ്യം നോക്കത്തില്ല. എന്റെ മോൻ ആരെയും കൊന്നിട്ടില്ല. ഒന്നെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടതാ, അല്ലെങ്കിൽ എന്റെ അച്ഛനെ തകർക്കാനുള്ള ചതിയായത്. ജയറാം മായമ്മയെ കൊന്നതിന് തെളിവുകളുണ്ട്. നിങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നതിന് തക്കതായ തെളിവുകളുണ്ട്. അതിന്റെ വീഡിയോ വരെ ആരോ ഞങ്ങളുടെ കമ്മീഷണർക്ക് അയച്ചിട്ടുമുണ്ട്. ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പൊ അതാണ്. ആ കൊലപാതകം ചെയ്തത് നിങ്ങളാണെന്നുള്ള മട്ടിൽ എല്ലാ കണ്ണുകളും നിങ്ങളുടെ പിന്നാലെയാണ്. മായമ്മ ഞാൻ അവിടെ കൊണ്ടുവിട്ടു എന്നുള്ള സത്യം തന്നെയാ. പക്ഷേ ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല. മിസ്റ്റർ ജയറാം, നിങ്ങളോട് തർക്കിച്ചു നിൽക്കുന്നതിൽ എനിക്ക് ചില പരിമിതികളുണ്ട്. ഞാനൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടും നിങ്ങളൊരു കുറ്റവാളി ആയതുകൊണ്ടും ആ പരിധികൾ എനിക്ക് ലംഘിക്കേണ്ടി വരും. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. കാർത്തി, കാർത്തി അല്ല, ACP കാർത്തിക്. മിസ്റ്റർ ജയറാം, തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാണ്. നിങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ. എതിർത്താൽ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരും. അതിനിട വരുത്തരുത്. ഇത് ശത്രുക്കളും പോലീസും ചേർന്നുള്ള ഒത്തുകളിയാ. എന്റെ അച്ഛന് നേരെ ഇത്തരം ദ്രോഹങ്ങൾ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. ഇനി ഞങ്ങൾ സഹിക്കില്ല. ഇത് ഞങ്ങൾ വെറുതെ വിടില്ല. ഇൻസ്പെക്ടർ, പിടിച്ച് ജീപ്പ് കയറണോ? സർ, അയ്യോ അച്ഛാ. അയ്യോ നടക്കണോ? അച്ഛാ. ബലം അയ്യോ. പ്രയോഗിക്കണം. ഞാൻ വരാം. കാർത്തിയേട്ടാ. അയ്യോ അച്ഛാ. എന്റെ മോനെ. ആ മാഡം, അതെ, ആ ചത്ത മായമ്മയുടെ അനിയത്തി മന്ദാകിനി അവിടെ എത്തിയിട്ടുണ്ട്. അവളെ ഒന്ന് കയ്യിലെടുക്കണം. എന്തെങ്കിലും ഓഫർ ചെയ്തേക്ക്. ശരി മാഡം. അവളെ കൊണ്ട് മാക്സിമം മുതലെടുപ്പിക്കണം. മീഡിയക്കാരുടെ മുന്നിൽ നിർത്തി ജയറാമിനെ ശരിക്കും ചീത്ത വിളിപ്പിക്കണം. ഏറ്റു മാഡം. അവൻ ഇനി ഒരിക്കലും പുറത്തിറങ്ങരുത്. അതിനുള്ള എല്ലാ എവിഡൻസും ഉണ്ടാക്കിക്കോണം. ഓക്കെ മാഡം. അവനെ കൊണ്ട് അവരിങ്ങ് വരുന്നതിന് മുമ്പ് ഞാൻ മന്ദാകിനെ കൊണ്ട് ഡീൽ ചെയ്യാം. ശരി. ഓക്കെ മാഡം. അതെ, ഇങ്ങ് വന്നേ. എന്താ മാഡം? മന്ദാകിനിയല്ലേ? അതെ മാഡം. മരിച്ച മായമ്മയുടെ അനിയത്തി. മരിച്ചതല്ലോ, കൊന്നതല്ലേ?
അതെ, പക്ഷെ കൊല ചെയ്ത ആള് ACP കാർത്തികിന്റെ അമ്മാവനാ. അതിന് ഇങ്ങ് വന്നേ. അതെ, നിങ്ങക്ക് നീതി കിട്ടണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതുപോലെ ചെയ്യണം. എന്താ മാഡം? പറയാം. ദേ, അവനെ കയ്യിലെടുക്കണം. അവനെ വെടക്ക് ജോണല്ലേ? വെടക്കായാൽ എന്താ, ഒരു കടല് മുഴുവൻ കലക്കാനുള്ള വിഷം അവന്റെ കയ്യിലുണ്ട്. വെടക്കാക്കി തനിക്കാക്കി തരും അവൻ. അവന് കൊടുക്കാനുള്ള പണമൊക്കെ ഞാൻ നിനക്ക് തരാം. അവന് നീ കയ്യിലെടുക്കണം. പറഞ്ഞത് കേട്ടല്ലോ? ഓക്കെ മാഡം. ശരി സാർ, പറഞ്ഞ പോലെ. ആ, എന്തൊക്കെയുണ്ട്? ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ. സാറേ, ആ, എന്താ? ഓക്കെ. ശരി സർ. കൊല്ലപ്പെട്ട മായമ്മയുടെ സഹോദരിയല്ലേ? അതെ, ഒരേ ഒരു സഹോദരി. മായമ്മ കൊലക്കേസിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതൊരു ആസൂത്രിതമായ കൊലപാതകം. ജയരാമന എന്റെ അനിയത്തെ കൊന്നത്. ജയരാമനെ ജയിലടയ്ക്കുക. കൊണ്ടുപോകണം. എല്ലാ കുറ്റവാളികളോടും ഞങ്ങൾ ആദ്യം പറയുന്ന വാക്ക് നിങ്ങളോടും പറയുന്നു. നിങ്ങളോട് ചോദിക്കുന്നതിനെല്ലാം സത്യസന്ധമായി ഉത്തരം പറഞ്ഞാൽ ഈ ചടങ്ങ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ അസത്യം പറയുന്നത് എന്തിനാ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ എപ്പോഴും കേൾക്കുന്ന വാക്കുകളാ. അത് വിട്ടേക്ക്. മായമ്മയെ കൊന്നത് നിങ്ങളാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അത് നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളിലൂടെയാണ്. നിങ്ങളെല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനൊരു ക്രൂരനൊന്നും അല്ല. ആ പാവത്തെ കൊല്ലേണ്ട കാര്യം എനിക്കെന്താ? ഒരു അനാഥ കുഞ്ഞിനെ വേട്ടയാടാൻ വേണ്ടി സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ ഞാനൊരു കാപാലികനല്ല സർ. ആ സ്ത്രീയുടെ മരണം തന്നെ എന്നെ മാനസികമായിട്ട് വല്ലാതെ തളർത്തിരിക്കുക. എനിക്ക് അവരുടെ അനുകമ്പയുണ്ടായിരുന്നു, അലിവുണ്ടായിരുന്നു. ചെറുപ്പക്കാരികളായ സ്ത്രീകളോടുള്ള നിങ്ങളുടെ അനുകമ്പ വളരെ പ്രസിദ്ധമാണല്ലോ. മറ്റൊരു സ്ത്രീയോടുള്ള അനുകമ്പ പരിധി വിട്ടിട്ടാണല്ലോ അവരെ ഫ്ളാറ്റിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊന്നത്. ആ കേസിൽ ബഹുമാനപ്പെട്ട കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടതാ. അതിവിടെ കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല. കോടതി വെറുതെ വിട്ടെന്ന് കരുതി അതൊരു കൊലപാതകം അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇൻസ്പെക്ടർ പറയുന്നത് കോടതി അലക്ഷ്യ. യു ആർ എ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. തുറന്നു പറയൂ,
മായമ്മയെ കൊല്ലാനുള്ള കാരണം എന്തായിരുന്നു?